ഓക്കെ, നമ്മൾ ഇന്ന് രണ്ടാമത്തെ മോഡ്യൂള് സ്റ്റാർട്ട് ചെയ്യണം. അതില് റൊട്ടേഷണൽ മോഷൻ, അതിനെ കുറിച്ചാണ് രണ്ടാമത്തെ മോഡ്യൂൾ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത്. റൊട്ടേഷണൽ മോഷനെ കുറിച്ച്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിരുന്നു. അതൊക്കെ ലീനിയർ മോഷൻ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, അതൊക്കെയാണ് അതിൽ കൂടുതൽ ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൊട്ടേഷണൽ മോഷനാണ്. അതായത് ലീനിയർ മോഷൻ അല്ല, റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ മോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഇപ്പൊ ഏതൊക്കെ ടൈപ്പ് മോഷനാണുള്ളത്, അതിലെ റൊട്ടേഷണൽ മോഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ബേസിക് ടൈപ്പ് ഓഫ് മോഷൻ. ബേസിക് ടൈപ്പ് ഓഫ് മോഷൻ, അതിൽ എവരിത്തിങ് ഇൻ ദി യൂണിവേഴ്സ് ഈസ് മൂവിങ് ആൻഡ് ഇവോൾവിങ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചിലപ്പോൾ കസേരയിട്ട് ഇരിക്കുകയായിരിക്കും, എന്നിരുന്നാലും നമ്മൾ മൂവ് ചെയ്യാണ്. എന്താ കാരണം? നമ്മുടെ എർത്ത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു അവർ റൂം, വി മേ ബി അറ്റ് റെസ്റ്റ്, ബട്ട് വി ആർ ആക്ച്വലി മൂവിങ്. വൈ? ബിക്കോസ് ദ ഹോൾ എർത്ത് ഈസ് മൂവിങ്. എർത്ത് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെറുതെ ഇരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എർത്ത് തന്നെ മൂവ് ചെയ്യും. അതുപോലെ ഓരോ വസ്തുക്കളും എർത്ത് സ്വയം സ്വന്തം ആക്സിസിൽ തിരിയുന്നുണ്ട്, മാത്രമല്ല സണ്ണിനെ എറൗണ്ടായിട്ട് റിവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പ്രപഞ്ചം ആസ് എ ഹോൾ മൂവ് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. Everybody is moving, system is evolving. There are basically 4 different types of motions. പല ടൈപ്പ് രീതിയിലുള്ള പല ടൈപ്പ് മോഷൻസ് ഇവിടെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 ടൈപ്പ് മോഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചാണ്. ട്രാൻസ്ലേഷൻ മോഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. So first one is translational motion. Second one is rotational motion. Third one is oscillatory motion. And fourth one is random motion. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ പോലും റെസ്റ്റിലല്ല, മൂവ്മെന്റിലാണ്. ഏതൊക്കെ ആ മൂവ്മെന്റ് ഏതൊക്കെ രീതിയിലുള്ള മൂവ്മെന്റ് ആണ്? ട്രാൻസ്ലേഷൻ മോഷനാണ്, റൊട്ടേഷണൽ മോഷനാണ്, ഓസിലേറ്ററി മോഷനാണ്, റാൻഡം മോഷനാണ്. അങ്ങനെ ട്രാൻസ്ലേഷൻ മോഷൻ, റൊട്ടേഷൻ മോഷൻ, ഓസിലേറ്ററി മോഷൻ, റാൻഡം മോഷൻ, അങ്ങനെ പല ടൈപ്പ് മോഷൻ ഇവിടെ. ഇനി നമുക്കത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ട്രാൻസ്ലേഷണൽ മോഷൻ, എന്താണ് റൊട്ടേഷണൽ മോഷൻ അത് നോക്കാം. First one, the translational motion is a motion in which the location of the objects change with the time. Location എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ വരികയാണ്, നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ ചോദിക്കും എവിടെയാണ് നിന്റെ സ്ഥലം, എവിടെയാണ് നമുക്ക് എനിക്ക് അറിയില്ല, നിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരണം അല്ലേ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കും. അതുപോലെ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് മാറുന്നു അല്ലെ. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്
അവിടെ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മാറുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത്. In translational motion, all objects are considered as points. ഈ ട്രാൻസ്ലേഷൻ മോഷന്റെ ഒരു പ്രത്യേകത, എല്ലാ ഒബ്ജക്റ്റിനും എല്ലാ മാസവും അതൊരു പോയിന്റ് മാസമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എല്ലാ ഒബ്ജക്റ്റിനും ഒരു പോയിന്റ് മാസമായിട്ടാണ് ട്രാൻസ്ലേഷൻ. Translation motion can again be classified into two types: rectilinear motion and curvilinear motion. ഈ ട്രാൻസ്ലേഷൻ മോഷനെ രണ്ടെണ്ണമായിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ രണ്ട് രീതിയിലുണ്ട്, റെക്റ്റിലീനിയർ മോഷനും കെർവിലീനിയർ മോഷനും. ട്രാൻസ്ലേഷൻ മോഷൻ തന്നെ രണ്ട് ടൈപ്പ് മോഷൻ ഉണ്ട്, റെക്റ്റിലീനിയർ ആൻഡ് കെർവിലീനിയർ. ഇനി എന്താണ് റെക്റ്റിലീനിയർ? In rectilinear motion, the object moves along a straight line. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന മോഷനാണ് നമ്മൾ റെക്റ്റിലീനിയർ. ലീനിയർ എന്ന് പറഞ്ഞാൽ അലോങ് എ ലൈൻ, ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ. അപ്പൊ നേരെ ഒരേ ലൈനിൽ പോകുന്നതിനാണ് നമ്മൾ റെക്റ്റിലീനിയർ എന്ന് പറയുന്നത്. ഇൻ കെർവിലീനിയർ മോഷൻ, the object moves along a curved path. അതായത് പാത്ത് കെർവ്ഡ് ആണെങ്കിൽ അതിന് നമ്മൾ കെർവിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു വാഹനത്തിൽ പോവാണ്, ഹൈവേ കൂടെയാണ് പോകുന്നത്, അപ്പൊ അതൊരു റെക്റ്റിലീനിയർ ലൈൻ, റെക്റ്റിലീനിയർ മോഷൻ. ആ ഹൈവേ കുറച്ച് കഴിയുമ്പോൾ ഒരു വളവ് തിരിയാണെങ്കിൽ അതൊരു കെർവിലീനിയർ മോഷനാണ്. റെക്റ്റിലീനിയർ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ്, കെർവിലീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കെർവ് ഒന്ന് തിരിയുന്നു. The object moves along a curved path. The circular motion is a special type of curvilinear motion in which an object moves along a circular path. Circular motion is also a curvilinear motion. ഇത് പക്ഷേ ഒരു കെർവ് മാത്രമായിട്ടല്ല കംപ്ലീറ്റ് ചെയ്യുന്നത്, it is completing a circle. So circular motion is also an example for curvilinear motion, but it will complete a circle, circular path. സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന കെർവിലീനിയർ മോഷനാണ് നമ്മൾ, സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന കെർവിലീനിയർ മോഷനാണ് നമ്മൾ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾ, ദ മോഷൻ ഓഫ് എലിവേറ്റേഴ്സ് ഇൻ ബിൽഡിംഗ്. നമ്മൾ ലിഫ്റ്റ് എങ്ങനെയാണ്, നമ്മൾ ലിഫ്റ്റ് കയറി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ നേരെ താഴത്തോട്ട് പോകും. അല്ലാതെ വളഞ്ഞു വളഞ്ഞു പോകുന്ന, ഇപ്പോൾ വളഞ്ഞു പോകുന്ന ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നോർമലി അതിനായി കൂടിയുള്ള മോഷനാണ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ, മോഷൻ ഓഫ് എലിവേറ്റേഴ്സ് ഇൻ ദി ബിൽഡിംഗ്, റെക്റ്റിലിനിയർ മോഷൻ. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്ട്രൈറ്റ് ലൈനിലുള്ള മോഷനാണ്. ആ ലിഫ്റ്റ് അതിന്റെ റെയിലിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത്. അത് അങ്ങനെയുള്ള മോഷനാണ് നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ദ മോഷൻ ഓഫ് എ ബാസ്കറ്റ് ബോൾ ഇൻ ടു ദി ബാസ്കറ്റ്. നമ്മൾ ബാസ്കറ്റ് ബോൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ കൊട്ടയിലേക്ക് നമ്മൾ ബോൾ ഇങ്ങനെ ത്രോ ചെയ്യും. അപ്പൊ ത്രോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ അതിന്റെ ബാസ്കറ്റിലേക്ക് ലക്ഷ്യം വെച്ചാണ് എറിയുന്നതെങ്കിലും നമുക്ക് ലീനിയറായിട്ട് എറിയാൻ പറ്റും. നമ്മൾ മുകളിലേക്കാണ് എറിയുന്നത്. അപ്പൊ മുകളിലേക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് വരും, വന്നിട്ട് അത് വീഴുന്നത് ആ ബാസ്കറ്റിലേക്ക് ഒരു പരാബോളിക് ഷേപ്പ് ആയിരിക്കും കുറച്ചൊക്കെ. അതൊരു കെർവിലീനിയർ മോഷനാണ്. ഇനി മോഷൻ ഓഫ് സാറ്റലൈറ്റ് അറൗണ്ട് ദി എർത്ത്. നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഒക്കെ നമ്മൾ വിക്ഷേപിക്കുന്നു, അത് അങ്ങനെ നമ്മുടെ എർത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു സർക്കുലർ പാത്ത്. അപ്പൊ ആ മോഷൻ സർക്കുലർ പാത്താണ്, മോഷന്റെ ഷേപ്പ് സർക്കുലറിലാണ്, സർക്കുലർ പാത്ത്. Next is rotational motion. Rotational motion. Rotational motion is a motion in which the objects spin around an axis
and the location of the object do not so rotational motion is a motion in which the object spin around an axis and the location of the object do not change with time. For rotational motion is a motion in which objects spin around an axis. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ലേഷൻ മോഷനിൽ പോലെ ഒരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് അത് മൂവ് ചെയ്യണം. അതൊരു ആക്സിസിനെ ആസ്പദമാക്കി അത് തിരിയാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ ഒബ്ജക്ട് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അത് തിരിയുകയാണെങ്കിലും നമ്മളൊരു ഗ്ലോബ് ഇങ്ങനെ ഇരിക്കുന്നു, ആ ഗ്ലോബിനെ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ഗ്ലോബ് മൂവ് ചെയ്യിപ്പിച്ചിരിക്കും. പക്ഷെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് അത് സഞ്ചരിക്കില്ല. അല്ലേ, ഒരു പോയിന്റ് around that point it is rotating, just rotating. During the rotational motion, each particle constituting the rigid body undergoes circular motion. Rotational motion ആ ബോഡിയിലുള്ള എല്ലാ പാർട്ടിക്കിളും മൂവ് ചെയ്യുന്നു. അതേ ആക്സിസിന് ചുറ്റും എല്ലാ പാർട്ടിക്കിളും ആ റിജിഡ് ബോഡി ഇപ്പൊ ഗ്ലോബിലെ എല്ലാ പോയിന്റുകളും, ആ ഗ്ലോബിൽ ഇപ്പൊ നമ്മളൊരു ഇന്ത്യയെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ ഗ്ലോബ് തിരിക്കുമ്പോൾ ഒപ്പം തിരിയുന്നുണ്ട്. അതുപോലെ തന്നെ the circular motion and the rotational motion are closely related. റിജിഡ് ബോഡി നമ്മള് ഗ്ലോബ് ചെയ്യുന്നത് ഒരു റൊട്ടേഷണൽ മോഷനാണ്. കാരണം അതിന്റെ ആക്സിസ് അതിന്റെ ഉള്ളിൽ തന്നെയാണ്, ആ ആക്സിസിനെ ആസ്പദമാക്കി തിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു കല്ല് വെട്ടി തിരിക്കുകയാണെന്ന് ചെയ്യുന്നത്. അപ്പൊ കല്ലും തിരിയുകയാണ്. പക്ഷെ ആ കല്ലിന്റെ റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യാണ്. കല്ലിന് പുറത്താണ് അതിന്റെ റൊട്ടേഷൻ ആക്സിസ്. അതിന് കല്ലിന് പുറത്ത് ആണ് അതിന്റെ റൊട്ടേഷൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സോറി കല്ലിങ്ങനെ ആക്സിസ് പുറത്താണെങ്കിൽ അതിന് സർക്കുലാർ മോഷൻ. ഗ്ലോബിന്റെ തിരിഞ്ഞ് സ്പിന്നിങ് അതിന്റെ ഉള്ളിൽ തന്നെയാണ് ആക്സിസ്. അതിനെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്പിന്നിങ് ആണ്, റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലാർ ആണ്. അതാണ് റൊട്ടേഷനും റെവല്യൂഷനും അല്ല, രണ്ടും തിരിയുക തന്നെയാണ്. റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അതിന്റെ റൊട്ടേഷണൽ ആക്സിസ്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലാർ മോഷൻ ആണ്, ഇത് പുറത്തേക്ക്. ഇപ്പൊ ഭൂമി സ്വയം അച്ചുതണ്ടിൽ തിരിയുന്ന റൊട്ടേഷനും ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നത് റെവല്യൂഷനുമാണ്. സൂര്യന് ചുറ്റും തിരിയുന്നത് സർക്കുലാർ പാത്താണ്, സർക്കുലാർ മോഷൻ ഉദാഹരണമാണ്. സർക്കുലാർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻസ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. രണ്ടും റൊട്ടേഷണൽ മോഷന്റെ ഒരു രൂപങ്ങളാണ്. മോഷൻ ഓഫ് ബ്ലേഡ് ഓഫ് എ സീലിംഗ് ഫാൻ. സീലിംഗ് ഫാനില് അതിന്റെ പങ്ക തിരിയുന്നത് റൊട്ടേഷണൽ മോഷന് ഒരു ഉദാഹരണം ആണ്. നെക്സ്റ്റ് ഈസ് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ the to and fro motion of an object. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ to and fro motion. നമ്മള് പെൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ക്ലോക്കിന്റെ പെൻഡിൽ എന്ന് പറഞ്ഞാൽ അത് ടിക് ടിക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും അല്ലേ. അപ്പൊ ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ആ മോഷൻ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മോഷനാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. It is a special type of periodic motion, a motion that repeats itself in a regular interval time. അത് പീരിയോഡിക് ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞ പീരിയോഡിക് മോഷനാണ്. എന്താണ് ഈ പീരിയോഡിക് മോഷൻ? ഒരു നിശ്ചിത കാലയളവിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് നമ്മൾ പീരിയോഡിക്. എർത്തിന് രണ്ട് പീരിയോഡിക് മോഷൻ ഉണ്ട്. റൊട്ടേഷൻ 24 hours കൊണ്ടാണ് അത് ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നത്. റെവല്യൂഷൻ 365 days, അതല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടാണ് അത് റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അതിന്റെ പീരീഡ്. അപ്പൊ അങ്ങനെ ഒരു നിശ്ചിത സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് നമ്മൾ പീരിയോഡിക് മോഷൻ. അതിന് ഒരു വിഭാഗമാണ് ഓസിലേറ്ററി മോഷൻ. കാരണം ക്ലോക്കിൽ എന്ന് പറഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യില്ല, റിവോൾവ് ചെയ്യില്ല.
ഒരു പ്രത്യേക പൊസിഷനെ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ. അതൊരു നിശ്ചിത കാലയളവിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടു ആൻഡ് ഫ്രോ പീരിയോഡിക് മോഷൻ ആണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് ഓസിലേഷൻസ് ഓഫ് എ പെൻഡുലം. Next is random motion. Random motion is a motion in which the particles moves in a zigzag manner and the direction of motion changes continuously. This kind of motion is unpredictable in practice. The direction of motion changes continuously. ഒരു വസ്തുവിന്റെ മോഷൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിന്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള മോഷനാണ് നമ്മൾ റാൻഡം മോഷൻ അല്ലെങ്കിൽ സിഗ്സാഗ് മോഷൻ എന്ന് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് മോഷൻ ഈസ് അൺപ്രഡിക്റ്റബിൾ ഇൻ പ്രാക്ടീസ്. ഫോർ എക്സാമ്പിൾ, മദ്യപിച്ച ഒരാൾ നടക്കുന്നു, അതിൽ ഏത് ദിശയിൽ നടക്കുമെന്നോ എപ്പോൾ എങ്ങോട്ട് തിരിയുമെന്നോ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള മോഷനാണ് നമ്മൾ സിഗ്സാഗ് മോഷൻ അല്ലെങ്കിൽ മോഷൻ ഓഫ് റാൻഡം മോഷൻ എന്ന് പറയുന്നത്. സിഗ്സാഗ് മോഷൻ അല്ലെങ്കിൽ റാൻഡം മോഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് മോഷൻ ഓഫ് ഹണി ബീ. നമുക്ക് പറയാൻ പറ്റില്ല ഈ തേനീച്ച എപ്പോൾ ഇങ്ങോട്ട് അല്ലെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നോ ഏത് സമയത്താണ് മൂവ് ചെയ്യുന്നോ ഒന്നും നമുക്ക് predict ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് മോഷൻ ഓഫ് എ ഹണി ബീ is an example for random motion. Next is circular motion. എന്താണ് സർക്കുലർ മോഷൻ? റൊട്ടേഷൻ മോഷനും സർക്കുലർ മോഷനും ചെറിയൊരു വ്യത്യാസമുണ്ട്. റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിന്റെ ഉള്ളിൽ തന്നെയാണ്. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇപ്പൊ ഭൂമിയുടെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആക്സിസ് ഭൂമിയുടെ ഉള്ളിൽ തന്നെയാണ്, അതിനുള്ളിൽ തന്നെയാണ് അത് സ്പിൻ ചെയ്യുന്നത്. പക്ഷെ റെവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോ ഭൂമിയുടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ സണ്ണിലാണ്, സണ്ണിനെ ആസ്പദമാക്കുന്നത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള മോഷനാണ് നമ്മൾ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ is called circular motion. If a body is moving along the circumference of a circle is called circular motion. In a circular motion, the direction of motion changes continuously. സർക്കുലർ മോഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വട്ടത്തിലായതുകൊണ്ട് ഓരോ സമയം കഴിയുമ്പോഴും ഈ ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. വട്ടത്തിൽ തിരിയുമ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുമ്പോഴേക്കും ഒരു സെക്കൻഡ് ഉണ്ടാവുന്ന ഡയറക്ഷൻ അടുത്ത സെക്കൻഡ് ആകുമ്പോഴേക്കും ചേഞ്ച് ചെയ്യും. കാരണം വട്ടത്തിലായിരുന്നു ഡയറക്ഷൻ ഇങ്ങനെ 360 ഡിഗ്രിയിലുള്ള എല്ലാ ഡയറക്ഷനായിട്ടും അത് മാറിക്കൊണ്ടിരിക്കും. When a particle moves uniformly along a circle, the direction of velocity changes continuously, but magnitude remains at constant. നമ്മളിപ്പോൾ ഒരു കല്ല് കെട്ടി തിരിക്കുകയാണ്, നമ്മളൊരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് തിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് സ്പീഡിലാണ് തിരിക്കുന്നതെങ്കിലും നമുക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റില്ല. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും തുല്യമായിരിക്കും. ഇവിടെ മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്, പക്ഷേ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്താ പറയാ, യൂണിഫോം മോഷൻ along a സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല. So when a particle moves uniformly along a circle, the direction of velocity changes continuously, but its magnitude remains constant. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റാത്തതിന്റെ കാരണം ഒരേ സ്പീഡിലാണെങ്കിൽ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുണ്ട്. A circular motion is said to be uniform when particles move along a circular path with a constant speed. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ലീനിയർ മോഷൻ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റിയിലുള്ള സർക്കുലർ മോഷൻ എന്ന് പറയാൻ പറ്റില്ല. യൂണിഫോം സ്പീഡുള്ള സർക്കുലർ മോഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ചേഞ്ചിങ് ഇൻ ഈച്ച് ആൻഡ് എവരി ഇൻസ്റ്റൻസ്. Next is angular displacement.
നമുക്ക് എന്താണ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്ക് ഇവിടെ അറിയാം. അതായത് ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് നമ്മൾ നടത്തുന്ന പാത്തിന്റെ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്. ദ ഷോർട്ടസ്റ്റ് പാത്ത് ലെങ്ത് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അതിനാണ് നമ്മൾ എന്ത് പറയുക, സാധാരണ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്കോ അത് ചെല്ലുമ്പോൾ എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര പാത്ത് ലെങ്ത് അത് കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഷോർട്ടസ്റ്റ് പാത്ത് ലെങ്ത് കവർ ചെയ്യുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ എത്ര ആംഗിൾ സ്ലീപ്പ് ചെയ്തു എന്നത് കാണിക്കുന്നതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. വാട്ട് ഈസ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ? നമുക്കറിയാവുന്നതാണ്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. എന്താണ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ? 2πr. ഏരിയ ഓഫ് സർക്കിൾ πr സ്ക്വയറും സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ 2πr. ഇനി എന്താണ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എസ് ഇൻറ്റു 2π. 2π റെപ്രസെന്റ് ചെയ്യുന്നത് 360 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയന്റെയാണ് നമ്മൾ 2π എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പൊ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് ആക്ച്വലി 360 ഡിഗ്രി, ദ റേഡിയൻ കറസ്പോണ്ടിങ് ടു 360 ഡിഗ്രി ഇൻറ്റു റേഡിയസ്. അപ്പൊ 2π എന്ന് പറയുന്നത് 360 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയന്റ് ആണ് 2π ഇൻറ്റു ആർ, റേഡിയസ് ഓഫ് ദി സർക്കിൾ. അതല്ലെങ്കിൽ 2π എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? S/R. 2π എന്ന് പറയുന്നത് ആംഗിൾ ആണ്, എസ് എന്ന് പറയുന്നത് സർക്കംഫറൻസ് ആണ്, ആർ എന്ന് പറയുന്നത് റേഡിയസ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ആംഗിൾ ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ റേഡിയൻസ് അല്ലെ, യൂണിറ്റ് റേഡിയൻസ് ആയിരിക്കും. ആംഗിൾ ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് ബൈ റേഡിയസ്. അപ്പൊ ഇവിടെ ഒരു ഫുൾ സർക്കിൾ അല്ല കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ തീറ്റ എന്നുള്ള ആംഗിൾ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. എന്നാലും നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്. ഇവിടെ സർക്കംഫറൻസ് പറയാൻ പറ്റില്ല, ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് എസ് എന്നുള്ള എ ബി എന്ന് പറയുന്ന ആർക്ക് ലെങ്ത്, ആർക്കിന്റെ ലെങ്ത് എത്രയാണോ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ആംഗിൾ റിലേഷൻ ആണ് ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പൊ ഈ ആംഗിളിനാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. So theta can be defined as the arc length S along a circle divided by the radius r. So theta is equal to S by r. അപ്പോൾ ഇങ്ങനെ ഇത്ര ആലോചിച്ചാൽ മതി. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. The angle displayed by a body moving along a circular path in a given time is known as angular displacement. ഒരു ഗിവൺ ടൈമിൽ ഒരു വസ്തു സ്വീപ്പ് ചെയ്യുന്ന ആംഗിളിനാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ സർക്കുലർ പാത്തിൽ മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് ഇൻ എ ഗിവൺ ടൈം ആംഗിൾ ഡിസ്പ്ലേഡ് ബൈ എ ബോഡി മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് ഇൻ എ ഗിവൺ ടൈം ഈസ് നോൺ ആസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഒരു നിശ്ചിത സമയത്തിൽ കവർ ചെയ്യുന്ന ബോഡി കവർ ചെയ്യുന്ന ആംഗിളിനാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. The SI unit of angular displacement is radian. Angular displacement in the SI unit എന്ന് പറയുന്നത് radian. Whenever using the rotation equations, you must use angle expressed in radian. എപ്പോഴും നമ്മൾ ആംഗിളിന്റെ യൂണിറ്റ് ഡിഗ്രിയിലൊക്കെ നമ്മൾ എഴുതുമെങ്കിലും അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റേഡിയനിൽ ആയിരിക്കും. ഇനി എങ്ങനെയാണ് റേഡിയനെ ഡിഗ്രി ആക്കുന്നത്, ഡിഗ്രീനെ റേഡിയൻ ആക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ. ഞാൻ ഇപ്പൊ നേരത്തെ ഓൾറെഡി പറഞ്ഞത് 2π റേഡിയൻ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 360യുടെ പകുതിയാണ് 180, അപ്പോൾ 2πയുടെ പകുതിയാണ് പൈ. കൺവെർട്ടിങ് ദ ഡിഗ്രീസ് ടു റേഡിയൻസ്. നമ്മൾ റേഡിയൻ ഡിഗ്രി ഉള്ളത് റേഡിയനിലേക്ക് ആകണമെങ്കിൽ ഡിഗ്രി ഉള്ള വാല്യൂവിനെ π/80 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. π/180 ഡിഗ്രി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക്
റേഡിയനിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 360 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക, തീറ്റ 360 ഡിഗ്രി. അപ്പോൾ 360 ഇൻറ്റു പൈ ബൈ 180, അപ്പോൾ 360 180 വെട്ടിപ്പോയി അവിടെ 2 വരും, അപ്പോൾ 2π റേഡിയൻ. അപ്പോൾ 360 ഡിഗ്രിക്ക് ഇക്വലന്റ് ആണ് 2π റേഡിയൻ. അതുപോലെ 180 ഡിഗ്രിക്ക് ഇക്വലന്റ് ആണ് പൈ റേഡിയൻ. 90 ഡിഗ്രിക്ക് ഇക്വലന്റ് ആണ് പൈ ബൈ 2 റേഡിയൻ. 45 ഡിഗ്രിക്ക് ഇക്വലന്റ് ആണ് പൈ ബൈ 4 റേഡിയൻ. അത് നേരെ തിരിച്ച് കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. റേഡിയനെ ഡിഗ്രി ആക്കാൻ നമ്മൾ ഇവിടെ ഡിഗ്രീനെ റേഡിയനെ ആക്കാൻ പൈ ബൈ 180 കൊണ്ട് റേഡിയനെ ഡിഗ്രി ആക്കാൻ, ഡിഗ്രീനെ റേഡിയന്റെ ആക്കാൻ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ റേഡിയനെ ഡിഗ്രി ആക്കാൻ 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നേരെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് തിരിച്ചും അത്. നെക്സ്റ്റ് ഈസ് ലീനിയർ വെലോസിറ്റി. നമുക്ക് ലീനിയർ വെലോസിറ്റി എന്താണെന്ന് അറിയാം. The distance traveled by a body moving along a circular path in unit time is called linear velocity. നമ്മൾ സാധാരണ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് പെർ യൂണിറ്റ് ടൈം. അതുപോലെ ലീനിയർ വെലോസിറ്റി ഇൻ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ എ ഗിവൺ ടൈം. ഡിസ്റ്റൻസ് കവേർഡ് സർക്കുലർലി in a circular path, distance covered in a circular path in a given time is known as linear velocity. Let V be the linear velocity of the particle and S be the linear displacement in time t seconds. നമുക്കറിയാം സാധാരണ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ബൈ ടൈം. അതുപോലെ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതായത് സർക്കുലർ പാത്തിലെ ആ ആർക്ക് ലെങ്ത്തിന്റെ പാത്ത് ലെങ്ത് എത്രയാണോ അത് ഡിവൈഡ് ബൈ ടൈം, അതാണ് ലീനിയർ വെലോസിറ്റി. So linear velocity V is equal to S by T. So the unit of linear velocity is meter per second. സാധാരണ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണോ അത് തന്നെയാണ് ലീനിയർ യൂണിറ്റ്, ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ഈസ് ആംഗുലർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വ്യത്യാസം. പക്ഷെ ഇവിടെ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മീറ്റർ ആയിരുന്നു, ഇവിടെ റേഡിയൻ ആണ്. അപ്പൊ ലീനിയർ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് വരിക, ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. So the angular displacement per unit time is called angular velocity. Angular displacement per unit time is called angular velocity. It is denoted by the symbol omega. The SI unit of angular velocity is radians per second. The angular velocity omega is equal to angular displacement theta by time. That is omega equal to theta by. ഇതുവരെയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി പറയാം. ബേസിക് ടൈപ്പ് ഓഫ് മോഷൻ 4 എണ്ണമാണ്. ട്രാൻസ്ലേഷൻ മോഷൻ, റൊട്ടേഷൻ മോഷൻ, ഓസിലേറ്ററി മോഷൻ, റാൻഡം മോഷൻ. ട്രാൻസ്ലേഷൻ മോഷൻ തന്നെ 2 രീതിയിലുണ്ട്, റെക്റ്റിലീനിയർ മോഷൻ, കർവിലീനിയർ മോഷൻ. റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ അലോങ് സ്ട്രേറ്റ് ലൈൻ, കർവിലീനിയർ മോഷൻ അലോങ് കർവ്ഡ് പാത്ത്. റൊട്ടേഷൻ മീൻസ് ഇഫ് എ ബോഡി moving around an axis, that is known as rotational motion. Revolution or circular motion എന്ന് വെച്ചാൽ a body is moving along the circumference of a circle is known as circular motion. Next is oscillatory motion. The to and fro motion of a body is known as oscillatory. Random motion means it is unpredictable. Zigzag motion of the body is known as random. Circular motion, if a body is moving around the circumference of the circle, is called circular motion. Next is angular displacement is theta is equal to S by R, which means angle is equal to arc by radius. അപ്പോൾ ഡിഗ്രീനെ കൺവേർട്ട് ചെയ്ത് റേഡിയനിലേക്ക് ആക്കാൻ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ട് റേഡിയനെ ഡിഗ്രി ആക്കാൻ 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ. നെക്സ്റ്റ് ഇസ് ലീനിയർ വെലോസിറ്റി മീൻസ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. Its unit is meter per second. Angular velocity omega is nothing but the ratio of angular displacement by time. That is omega is equal to theta by t. Its unit is radians per second. ഇതാണ് നമുക്ക് എടുക്കാനുള്ളത്.
താങ്ക് യു.